Oh my god, what is happening? The Sesko ഷോ 70 മിനിറ്റിൽ ആള് സബ്സ്റ്റിറ്റ്യൂഷനായി വന്ന ആ ഒരു സ്ട്രൈക്കറിന്റെ ക്വാളിറ്റി കാണിച്ചെന്നുള്ളതാണ്. ആ ഒരു ഫിനിഷിങ്ങിലൂടെ എന്താ പറയാ യുണൈറ്റഡിന് ടോപ്പ് 4 നിലനിർത്താൻ പറ്റിയെന്നുള്ളതാണ്. ആ പ്രതികാരവും കൂടി അങ്ങോട്ട് തീർത്തു എന്നുള്ളതാണ്. അപ്പൊ ഇറ്റ്സ് യുണൈറ്റഡ് ഫാൻസിന്റെ ഒരു ദിവസമായി മാറി എന്നുള്ളതാണ്. ഇറ്റ്സ് പാർട്ടി ടൈം. അതുപോലത്തെ ഒരു ഫിനിഷിംഗ് ആയിരുന്നത് ആളുടെ ആ ഒരു ഫസ്റ്റ് ടൈം ഷോട്ട്. അത് എടുത്തു പറയണം. എംബ്യൂമോടെ ആ ഒരു കലക്കനായിട്ട് ആ പാസ് ആൾക്ക് വെച്ചു കൊടുത്തു എന്ന് വേണം പറയാൻ. അത്രയും ഒരു കിടിലം ഫിനിഷിംഗ് ആയിരുന്നു. ഒരു സ്ട്രൈക്കർ സെറ്റായി വരുന്നുണ്ട്. ഫൈനലി യുണൈറ്റഡിന്റെ എന്താ പറയാ ആ ഒരു നമ്പർ 9ലേക്ക് പെർഫെക്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുടെ കയ്യിൽ ആ ഒരു പവർ ഉണ്ടെന്നുള്ളതാണ്. എന്താ പറയാ വൺ ചാൻസ് വൺ ഗോൾ എന്ന രീതിയിലേക്ക് ആള് മാറുന്നുണ്ട്. സബ്ബായിട്ട് ഇറങ്ങിയാൽ പോലും ആളുടെ കയ്യിൽ നിന്ന് എന്താ പറയാ ഒരു സഡൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആള് നിലവിൽ. പിന്നെ എടുത്തു പറയേണ്ട പ്ലെയർ നമുക്കറിയാം, സെനി ലാമൻസ്. ഫൈനലി യുണൈറ്റഡ് ആരെയാണോ ആഗ്രഹിച്ചിരുന്ന വെച്ചത് ആ ഒരു ഗോൾ കീപ്പർ ടീമിലേക്ക് വന്നു എന്ന് വേണം പറയാനും. കാരണം ആളുടെ ആ പവർ എടുത്തു പറയണം. ഇന്നലെ ആളില്ലെങ്കിൽ ഒരു പക്ഷേ ടീം കളി തോറ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ഷോട്ടുകൾ വരുന്നുണ്ടായിരുന്നു. ആ ഫ്രീ കിക്ക് ആണെങ്കിലും അത്രയും ഒരു കിടിലൻ സേവാണ് പുള്ളി നടത്തിയത്. എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. റീസെന്റ് ആയിട്ട് എല്ലാ കളികളിലും ഒരേപോലെ തന്നെ ആള് പെർഫോമൻസ് നടത്തുന്നുണ്ടെന്നുള്ളതാണ്. ആളുടെ ഈ ഒരു സ്റ്റാറ്റസിലുണ്ടെല്ലാം. കാരണം ഇങ്ങനെ ഒരു ഗോൾ കീപ്പിംഗ് മികവ് വന്നിട്ട് യുണൈറ്റഡ് കുറെ കാലമായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഒരു കറക്റ്റ് പ്ലെയറിനെയാണ് നമ്മൾ ചൂസ് ചെയ്തേക്കണം. അതും ജസ്റ്റ് എന്തോ ഒരു 21 മില്യന്റെ ഒരു കിടിലൻ എന്താ പറയാ ഒരു ട്രാൻസ്ഫറിലാണ് കൊണ്ടുവന്നത്. ആള് രണ്ടുമൂന്ന് ഇതൊക്കെ കണ്ടാണ്, കോബി മെനുവിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒക്കെ കണ്ടാണ്. കാരണം അത്രയും കിടിലനായിട്ടാണ് ആൾ ഒറ്റക്ക് മാനേജ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ആയിരുന്നത്. കുറെ സേവുകൾ ഉണ്ടായിരുന്നു. ആളെ എടുത്തു പറയേണ്ട കുറെ പഞ്ചസ് ഉണ്ടായിരുന്നു. ഹൈ ബോൾ വിളിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ടോട്ടലി എന്താ പറയാ ഒരു ഓൾ ഇൻ ഓൾ ഗോൾ കീപ്പർ കുറെ കാലത്തിന് ശേഷം ടീമിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ആളിങ്ങനെ തന്നെ നിലനിൽക്കണം. കാരണം ആ ഫോം നമുക്ക് എന്തായാലും വേണം. ടോപ്പ് 4 എത്തിച്ചതിൽ ഒരു പ്രധാന പങ്ക് നിലവിൽ ലാമൻസിന് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ലാമൻസിന് സ്ഥാനത്ത് ഒനാനയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 8 ഗോളെങ്കിലും മിനിമം വീണാനെ. പിന്നെ കാരിക്കിന്റെ അണ്ടറിൽ യുണൈറ്റഡ് എന്താ പറയാ ഒരു പീക്ക് ലെവലിലാണ്. കാരണം 6 കളിയിൽ 5 വിജയം എന്ന് വെച്ചാൽ ഇറ്റ്സ് ടോപ്പ് ഫോം. യുണൈറ്റഡ് ആരാധകന് എപ്പോഴും അങ്ങനെ മര്യാദ കുറങ്ങാൻ പറ്റാറില്ല. ഇതിനെല്ലാം കാരണം റൂബൻ അമോറിം തന്നെയാണ്. കാരണം ആൾ കൊണ്ടുവന്ന കുറച്ച് പ്ലേയേഴ്സ് ആണ് ഇപ്പൊ നിലവിൽ കിടിലൻ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. എന്താ പറയാ ഒരു പക്ക അപ്ഗ്രേഡ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം. ഈ ഒരു ഫ്രണ്ട് ത്രീ എന്താ പറയാ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നിലവിൽ അവരുടെ ആ ഫ്രണ്ട് ത്രീയിൽ ഇങ്ങനെ ഒന്നും കാണാത്തതാണ്. ഗോളും അസിസ്റ്റും എല്ലാം കിടിലനായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫ്രണ്ട് ത്രീ ഈസ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനത്തെ ഒരു കിടിലൻ സൈനിങ്സ് ആണ് കൊണ്ടുവന്നേക്കണ. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സെനി ലെമിൻസ്. ആള് എന്താ പറയാ ലൈഫ് ചേഞ്ചിങ് മൂവ്മെന്റ് ആന്ന് പറയാം യുണൈറ്റഡ് ഫാൻസിന്റെ. അപ്പൊ അടുത്ത കുറച്ച് കളികൾ എന്തായാലും യുണൈറ്റഡ് വിജയിച്ചേ പറ്റൂ. കാരണം ആ ഒരു ചാമ്പ്യൻസ് ലീഗ് എന്തായാലും നിലനിർത്തണം. അവർക്കത് എന്തായാലും അത്യാവശ്യമാണ്. അപ്പൊ എന്തായാലും ആ ഒരു ഫോം നിലനിർത്തും. പിന്നെ കാരിക്കിന്റെ ആ ഒരു തന്ത്രങ്ങളും എന്തായാലും ടീമിന് മുന്നിലുണ്ടെന്നുള്ളതാണ്. കാരണം കാരിക്ക് അത്രയും സെറ്റായിട്ട് തന്നെയാണ് യുണൈറ്റഡിനെ എന്താ പറയാ മുന്നോട്ട് കൊണ്ടുവന്നെന്നുള്ളതാണ്. ആള് നല്ല ഇമ്പാക്ട് തന്നെ ഇപ്പൊ നിലവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്.